വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഇതാ ഒരു നട്ടപ്പാതിര പർച്ചേസിങ് എന്ന് പറയാട്ടോ. ബ്ലാക്ക് ഫ്രൈഡേ ആയ കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഓഫർ ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ലുലുവിൻ്റെ മിഡ് നൈറ്റ് സെയിലുണ്ട്. 11 മണി മുതൽ ഏകദേശം 3 മണി വരെയുള്ള സെയിൽ ഇട്ടാണ്. നമ്മളെ കൂട്ടത്തെ സാധിക്കിൻ്റെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് ലുലു ഗറാഫിൽക്കായിരുന്നു. ലുലു ഗറാഫിൽ എത്തിയപ്പോൾ പാർക്കിംഗ് കണ്ടപ്പോൾ നമ്മൾ അന്താളിച്ച് പോയിട്ടാണ്. അത്രയും ക്രൗഡാണ്. 11 മണി 12 മണി ആ സമയങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ. നമ്മൾ നേരെ എത്തിയത് ആ ചിക്കനൊക്കെ നല്ല പ്രൊമോഷൻ ആയിരുന്നു. ചിക്കൻ ഒരു 4 പീസ് ആദ്യം തന്നെ വരട്ടായിരുന്നിട്ടാ. 2 പീസ് ചിക്കന് 11 റിയാൽ. പൊന്നൂസൊക്കെ ആ ചിക്കനെ കണ്ടിട്ട് ആകെ അന്താളിച്ചിട്ടുണ്ട്. ഏതായാലും ട്രോളിയിലെത്തി നമ്മൾ മുന്നോട്ട് നടന്ന് വെജിറ്റബിളിൻ്റെ ഭാഗത്ത് പോയപ്പോൾ ഫ്രൂട്ട്സിലൊക്കെ ഏകദേശം 2 റിയാലായിട്ട് വരുന്നു. കിലോനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫിഷ് കൗണ്ടറിൽ പോയപ്പോൾ 4 റിയാൽ തിലാപ്പി കേട്ടോ. അതുപോലെ തന്നെ കൊഞ്ചനും 13 റിയാൽ. എല്ലാം 2 കിലോനൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ സ്റ്റോക്ക് ചെയ്തിട്ട് നേരെ ട്രോളിയിലിട്ട് മുന്നോട്ട് നടന്നപ്പോൾ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിൻ്റെ അവിടെയൊക്കെ നിരത്തി ഓഫറാണ്. അതോടുകൂടി നമ്മളിതാ ഉറക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പൊന്നൂസ് എന്തൊക്കെയോ പിടിച്ചിട്ട് ആ ട്രോളി എടുത്ത് നമ്മൾ നേരെ പഞ്ചായത്താക്കി സാധിക്കും കുറച്ച് സാധനം എടുത്തിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോഴേക്കും നമുക്ക് വീണ്ടും ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സമയം നോക്കിയപ്പോൾ 2 മണി. ബില്ല് കണ്ടപ്പോൾ ഏതായാലും ഉറക്കെല്ലാം പോയി 12 റിയാലിൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്തിട്ടാ. ട്രോളി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രോളി ഫസ്റ്റിൽ കൊണ്ടുപോയി വണ്ടിയിൽ വെക്കണം. പക്ഷേ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർക്ക് പോകുന്നാക്കി ഷൂ അതുപോലെ ഡ്രസ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. ഏതായാലും ഒരു ബർഗർ കഴിച്ചതിന് ശേഷം എനർജി കിട്ടിയതിന് ശേഷം നേരെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർക്ക് പോകും. നമുക്ക് അവശേഷിക്കുന്ന 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ക്രൗഡൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആളുകളൊന്നും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. മേലെത്തിപ്പോ പൊന്നൂസ് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് അവൾ ഇതാ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. നേരെ പോയത് ഫുഡ് വെയർക്ക് ആയിരുന്നു കേട്ടോ. ഫുഡ് വെയറിൽ ഒരു ഭൂകമ്പം നടന്ന മാതിരി തോന്നുന്നുണ്ട്. ഏതായാലും ഫുഡ് വെയറിന്റെ മുതിർ അക്ബർ എന്തെല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും 2 ഷൂ ഒക്കെ വേണം. വൈഫിന് ഏതായാലും ഇതാ സ്കെച്ചേഴ്സിന്റെ ഒരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബാഗ് കൊടുത്ത് നല്ല ഓഫറിലാണ്. 50% ഓഫർ ഉണ്ടായിരുന്നു ബാഗിനൊക്കെ. പൊന്നൂസ് എനിക്ക് വേണ്ടിയിട്ട് അഡിഡാസിന്റെ ഒരു ഷോക്സിന്റെ ഒരു പാരറ്റ് തരണമായിരുന്നു. നേരെ നമ്മളിതാ US പോളിന്റെ 369 റിയാലിലൊക്കെ സാധനം ഏകദേശം 150 റിയാലിന് കിട്ടിയിട്ടാണ്. നല്ല അടിപൊളി സാധനമായിരുന്നു. ശേഷം സാദിക്കിന് ഷൂ നോക്കിയിട്ടുണ്ടായിരുന്നു. സാദിക്ക് ഒരുപാട് നേരമായിട്ട് ഓരോരോ ഷൂവിനായിട്ട് നാടുപടക്കം നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം അവനക്കും കിട്ടി. മസാജ് മെഷീന്റെ സെക്ഷനിൽ എത്തിയപ്പോൾ ഇതാ പൊന്നൂസിനൊന്ന് മസാജ് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. അവിടെ നല്ല ഫീൽ ആവുന്നുണ്ട്. ഏതായാലും നല്ല മൊത്തത്തിലൊന്നാണ് മസാജ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്താണ് സംഭവം പഠിച്ചറബ് എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സാദിക്കിന്റെ ഷൂ കാണിച്ചിട്ടില്ലായിരുന്നു പരാതിയോട് കൂടെ സാദിക്കിന്റെ ഷൂ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. ഏതായാലും നമ്മൾ നേരെ ഒരു ബ്ലാങ്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 125 സംതിങ്ങിന്റെ ഒരു ബ്ലാങ്കറ്റ് 69 റിയാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതാ ബിൽ കൗണ്ടറിലെത്തി നോക്കിയപ്പോൾ 400 റിയാൽ നമ്മളെ ബില്ല് ആയതിട്ട് കൂടി ബ്ലാക്ക് ഫ്രൈഡേയിലെ രാത്രിയിലെ എല്ലാ ഉറക്കം പോയിട്ടായിരുന്നു. ടൈം നോക്കിയപ്പോൾ ഏകദേശം 3:30 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ റൂമിലെത്തി. ഏതായാലും ഉറക്കം പോയതല്ല. എന്നാൽ ഒരു മീനടിച്ചതിന് ശേഷം ഉറക്കം നോക്കി അപ്പോഴേക്കും സമയം നോക്കിയപ്പോൾ 4:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പെട്ടെന്ന് മസാല ഒക്കെ സെറ്റാക്കി മീനെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മളിതാ മസാല ഒക്കെ ഫുൾ ഫില്ലാക്കി ഉണ്ടായിരുന്നു. പക്ഷെ ഫുള്ളായിട്ട് ഇതാ നേരെ പാനിൽ കണ്ടിട്ട് പൊരിച്ചാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊരിച്ച് ഫ്രൈ എല്ലാം ആയതിനു ശേഷം നമ്മളിതാ കുറച്ച് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി നമ്മൾ കൈക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഷ് മീനാകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. നമ്മളപ്പം കട്ടൊക്കെ സപ്പോർട്ടായിട്ട് മുന്നൂസ് ഇതാ ഉറങ്ങാണ്ട് രാവിലെ വരെ നിന്നിട്ടുണ്ടായിരുന്നു. സമയം 5 മണി കേട്ടോ. അപ്പൊ സീ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.